ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പ്രണയക്കുഴിയിൽപ്പെട്ട് കല്യാണം കഴിച്ച് പ്രശ്നമായി ജീവിതം കട്ടപ്പുകയാവാൻ സാധ്യതയുള്ള ഒരു ലഗ്നത്തെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. അതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണസഹിതം പറയുന്ന വീഡിയോകളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ലൈവ് വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളുമാണ്. അപ്പൊ ഇന്ന് നോക്കാൻ പോണത് വിവാഹ വിഷയം, പ്രണയ വിഷയം. വളരെ സുന്ദരികളായ പെൺകുട്ടികൾ, വിദ്യാഭ്യാസമുള്ള നിഷ്കളങ്കരായ പെൺകുട്ടികൾ വളരെ ഫ്രീക്കന്മാരായിട്ടുള്ള പയ്യന്മാരെ പ്രേമിച്ച് പെടാറുണ്ട്. ഇത് ഏത് ലഗ്നമാണ് ശ്രദ്ധിക്കണ്ടേ എന്ന് വെച്ചാൽ ഇന്ന് ഒരെണ്ണം പറയാം. കർക്കിടക ലഗ്നം. കർക്കിടക ലഗ്നം വന്നാൽ തന്നെ ചന്ദ്രനാണ് ലഗ്നത്തിന്റെ അധിപൻ എന്നുള്ളത് കൊണ്ട് തന്നെ ദയാദാക്ഷിണ്യം, റൊമാൻസ്, പെട്ടെന്ന് ഫീലിംഗ് ആവുക, മെന്റലി കൂടുതൽ, ഇമോഷണലി കൂടുതൽ ആയിട്ട് ചിന്തിക്കുക. ഇമോഷണൽ തിങ്കിങ് ആയിരിക്കും കൂടുതൽ. മെന്റലി എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത് കൂടുതൽ ഇമോഷണൽ എന്നെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ളവരായിരിക്കും പ്രധാനമായി കർക്കിടക ലഗ്നത്തിലുള്ളവര്. പാവങ്ങളുമായിരിക്കും. ഇത് യുഗ്മരാശി കൂടിയാണ്. അപ്പൊ സ്ത്രീത്വം ഉള്ള രാശി കൂടിയാണ്. ഇതിന്റെ 5ാം ഭാവം പ്രേമഭാവം ഭാവം വരുന്നത് വൃശ്ചികരാശിയാണ്. അത് കാലപുരുഷന്റെ 8ാം ഭാവമാണ്. കാലപുരുഷന്റെ 8ാം ഭാവം ആയിട്ട് വരുന്ന വൃശ്ചിക രാശി 5ാം ഭാവമായി വന്നാൽ തന്നെ കർമ്മ അസ്ട്രോളജി പറയുന്നത് പ്രേമത്തിൽ ഗവനം വയ്ക്കുക എന്നാണ്. ട്രഡീഷണൽ അസ്ട്രോളജി പറയുന്നത് വൃശ്ചിക രാശി 8ാം ഭാവമായി വരികയാണെങ്കിൽ അതിന്റെ പ്രവൃത്തികൾക്ക് ആശയെ തൂണ്ടിവിടാതെ അതിന്റെ പ്രവൃത്തികൾക്ക് ആ പറയുന്ന ഭാവ ആക്ഷൻസ്, അത് ഏത് ഭാവമായിട്ട് വരുന്നു ആ ഭാവപ്രവൃത്തി, 5ാം ഭാവത്തിന്റെ ഭാവപ്രവൃത്തിയിൽ ഒന്നാണ് പ്രണയം. ആ കാര്യങ്ങളിൽ ഗവനമായിട്ടിരിക്കണം. അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നാണ്. പേരുദോഷം വരാം, ദുഃഖം വരാം, കുഴപ്പങ്ങൾ വരാമെന്നാണ്. ഇത്തരത്തില് കടകരാശിക്ക് 5ാം ഭാവമായിട്ട് വൃശ്ചികരാശി വരുന്നതുകൊണ്ട് പ്രേമ വിഷയത്തിൽ ഗവനമായിരിക്കണം. പ്രേമിക്കുകയാണെങ്കിൽ ചൊവ്വയുടെ കാരകത്വമുള്ള വീര ശൂര പരാക്രമി ഒക്കെ ആയിരിക്കും. വല്ല ബൈക്കിനൊക്കെ വളരെ ഫ്രീക്കായിട്ട് നടക്കുന്ന പയ്യന്മാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ കാണാൻ വലിയ ലൊക്കൊന്നും ഇല്ലെങ്കിലും ഫ്രീക്കന്മാരായതുകൊണ്ട് ചൊവ്വയുടെ കാരകത്വം ഉള്ളതുകൊണ്ട് പാവപ്പെട്ട ചന്ദ്രന്റെ കാരകത്തുള്ള പെൺപിള്ളേര് പെട്ടെന്ന് പ്രേമിച്ച് വീഴാൻ സാധ്യത വരും. കല്യാണം കഴിയുന്ന നിമിഷം ഭർത്തൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവരുടെ ഭർത്തൃ അധിപതിയായിട്ട് 7ാം ഭാവാധിപതിയായിട്ട് വരുന്ന ശനിയുമാണ്. 8ാം ഭാവാധിപത്യമുണ്ട്. 8ാം ഭാവാധിപത്യം എന്ന് പറഞ്ഞാൽ ദുരിതാധിപത്യമുണ്ട്. ദുരിതത്തെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ഏതെങ്കിലും കുഴപ്പം പിടിച്ച സ്ഥാനങ്ങളിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ പറയുകയല്ല. അപ്പോ കോമൺ ആയിട്ട് വെറുതെ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, ആരുടെ കൂടെ ചേരുന്നു, ഗ്രഹങ്ങളുടെ ബലം, ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം, ശത്രു ബന്ധു സമൻ,
ഇതിനുള്ള ബലമോ ദൃഷ്ടിയോ പരിവർത്തനമോ വക്രമോ അസ്തംഗമോ അസ്തമനമോ സ്തംഭനമോ ഒന്നും എടുക്കാതെ തന്നെ ബലം പറഞ്ഞാലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഫലം ഒത്തുവരും. കർക്കിടക ലഗ്നമാണെങ്കിൽ മക്കളാരെങ്കിലും കർക്കിടക ലഗ്നത്തിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, പ്രേമത്തിൽ പോയി ചാടനേക്കൊണ്ട് ശ്രദ്ധിക്കണം. 5ാം ഭാവം കാലപുരുഷന്റെ 8ാം സ്ഥാനമാണ്. 7ാം ഭാവം കാലപുരുഷന്റെ കർമ്മവിനയുള്ള സ്ഥാനമാണ്. അധിപന്മാരും ചൊവ്വയും ശനിയൊക്കെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. പിന്നെ എല്ലാവർക്കും കുഴപ്പം വന്നെന്നില്ല, എല്ലാവർക്കും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ പ്രേമത്തിൽപ്പെട്ട് അപവാദം കേൾക്കാം, ദുരന്തങ്ങൾ വരാം, ട്രാപ്പിലാകാം. ആദ്യം പ്രേമിച്ചിട്ട് പിന്നെ പിന്മാറാൻ നോക്കിയാൽ പറ്റാത്ത അവസ്ഥ വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോ ഇനി വേറൊരു ലഗ്നം കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഞാൻ ബോർഡിൽ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണുക. കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, 400ഓളം വീഡിയോകളുണ്ട്. അതിൽ 300ൽ കൂടുതൽ വീഡിയോകൾ ബോർഡിൽ ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് രാശിചക്രമൊക്കെ മനസ്സിലാകും. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇതിലെന്തോരം കണ്ടന്റ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.